ഹലോ ഫ്രണ്ട്സ്, RS വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇത് ഞാൻ തംബ്നെയിലിൽ കൊടുത്തതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോഴിക്കോടാണിത്. എറണാകുളം ജില്ലയിലെ കാലിക്കട്ട് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിന് കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം കൂത്താട്ടുകുളം നഗരത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷൻ ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലൂടെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന MC റോഡ്. ഈ റോഡ് അങ്കമാലിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം കേശവദാസപുരത്താണ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ബന്ദിപ്പൂവാണ്. പിന്നെ ഇവിടെ ഈ കാലിക്കട്ട് ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാലിക്കട്ട് ചിപ്സ് ആൻഡ് ഹൽവ. കാലിക്കട്ട് ഹൽവ വളരെയധികം പ്രസിദ്ധിയാർജിച്ചതാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കാലിക്കട്ട് ചിപ്സ് ആൻഡ് ഹൽവ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ നമുക്ക് ചിപ്സ് ഐറ്റംസ് ഇവിടെ തന്നെ ലൈവായിട്ട് ചെയ്യുന്നതാണ്. ചിപ്സ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ കാലിക്കട്ട് ജംഗ്ഷന് കാലിക്കട്ട് എന്ന പേര് വരാൻ കാരണം, നമ്മുടെ ഇവിടുത്തെ ഒരു ചേട്ടൻ്റെ പേര് ഐസക് ജോൺ എന്നാണ്. ഐസക് ജോൺ കുന്നുമ്മേൽ വീട്ടിലെ ഐസക് ജോൺ ചെറുപ്രായത്തിൽ തന്നെ കോഴിക്കോട് പോയിട്ട്, അന്നത്തെ കാലത്ത് ഏകദേശം 70കളിൽ കോഴിക്കോട് പോയി അവിടെ നിന്നും 2 വീലർ മെക്കാനിക്ക് പഠിച്ച്, അന്നത്തെ കാലത്ത് 2 വീലർ വളരെ കുറവാണ്. കൂത്താട്ടുകുളത്തെ ആദ്യത്തെ തന്നെ 2 വീലർ തുടങ്ങിയത് ഇവിടെയാണ്. അതിൻ്റെ പേര് കാലിക്കട്ട് ആട്ടോ വർക്ക്സ് എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഹരിദ്വാർ എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അതുകൂടാതെ ഒട്ടനവധി സ്ഥാപനങ്ങളിവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഇത് MC റോഡിൻ്റെ ഇടതുവശത്താണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നല്ലൊരു മാവ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് ചേർന്ന് തന്നെ താഴെ കാണുന്നതാണ് കാലിക്കട്ട് ചിപ്സ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ നല്ല എല്ലാവർക്കും ഇരുന്ന് ബസ് കാത്തു നിൽക്കാം. മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന ബസ്സുകൾ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്. ഇത് പുതിയ റോഡ് വന്നപ്പോൾ PWD ചെയ്തതാണ്. അപ്പോൾ അതുകൂടാതെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊരു ബൂത്ത് ഉണ്ട്. വീണ്ടും നിങ്ങളെ ഞാൻ പൂന്തോട്ടത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതാണ് പൂന്തോട്ടം. ഇതാണ് ബന്ദിപ്പൂ. ചുമന്നതുണ്ട്, മഞ്ഞ കളറുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു വേറൊരു കളർ ഇപ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഈ കളറിലുള്ള ബന്ദിപ്പൂകളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുണ്ട് ഇവിടെ. GoEasyയുടെ 60 കിലോവാട്ട്സ് പവറുള്ള ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഇവിടെയുണ്ട്. മിക്കവാറും ഇവിടെ ചാർജ് ചെയ്യാൻ വണ്ടികളുണ്ടാവാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ വണ്ടികളൊന്നും തന്നെ ഇല്ല. അതുകൂടാതെ ഒരു സ്ലോ ചാർജിങ് സ്റ്റേഷൻ ഇവിടെയുണ്ട്. ഇത് നമുക്ക് 2 വീലർ 3 വീലർ ഒക്കെ സ്ലോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനാണ്. ചാർജ് മോഡാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. KCBയുടെ തന്നെയാണ് ചാർജ് മോഡാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഇതാണ് നിങ്ങൾ കാണുന്ന MC റോഡ്. മെയിൻ സെൻട്രൽ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. SH1 എന്ന് പിന്നീടൊരു പേര് വന്നിരുന്നു ഇതിന്. ഇത് ചെറിയൊരു ചായക്കടയാണ്. നാടൻ ചായക്കട എന്ന് പറയാം. ഇത് നമ്മുടെ 2 ചേച്ചിമാർ കൂടി നടത്തുന്ന ചായക്കടയാണ്. ഇത് ഷീല ചേച്ചി, പിന്നെ ഒരമ്മ, ഇവർ 2 പേരും കൂടി നടത്തുന്ന ചായക്കടയാണ്. ഇവിടെ നല്ല ചായ, ബൂസ്റ്റ്, ഹോർലിക്സ്, പിന്നെ ബ്രൂ കാപ്പി എല്ലാം കിട്ടും. പിന്നെ സോഡ നാരങ്ങയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. നല്ല ലൈവായിട്ട് ഇവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇവിടെ തരുന്നത്. അതുകൂടാതെ നമുക്കൊരു ടേക്ക് എ ബ്രേക്ക്, സർക്കാരിൻ്റെ തന്നെ ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂം സൗകര്യങ്ങളോടുകൂടി, അതുപോലെ ഫീഡിങ് റൂമോട് കൂടിയിട്ടുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് ഫെസിലിറ്റി നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ നഗരച്ചന്ത, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത് അവധിയാണ്. അല്ലെങ്കിൽ അവരവിടെ തുറന്ന് കരിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ ഒരു നൈറ്റ് തട്ടുകട ഇവിടെയുണ്ട്, പായസക്കടയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ചെറിയൊരു ജംഗ്ഷനിലുള്ളത്.
അതിൻ്റെ ഇങ്ങേറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബന്ദിപ്പൂ വീണ്ടും അവിടെ കൃഷി ചെയ്ത് നട്ടു വെച്ചിട്ടുണ്ട്. ഇതാണ് പഴയ റോഡ്, ഞാൻ ആദ്യം പറഞ്ഞ ആ റോഡ് താഴേക്കടെ വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുവാണ്. പണ്ട് ഇവിടെ ഭയങ്കര അപകടം ഉണ്ടാകുമായിരുന്നു, കാരണം വളരെ വളവും ഭയങ്കര കൊടുന്ന വളവുകളായിരുന്നു.